വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ പതിവിന് നേരത്തെ തന്നെ എണീക്കും. അതിലേറെ നല്ലത് രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നതാകും. പതിവ് പോലെ എല്ലാ പണിയും തീർത്ത് റൂമിലേക്ക് പോയെങ്കിലും കുഞ്ഞിനെ കണ്ടില്ല. പാച്ചിപ്പോഴും എണീറ്റില്ല. കുഞ്ഞെവിടെ? റെഡിയാകുന്ന ദക്ഷിണെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കുഞ്ഞിനെ പാച്ചുവിൻ്റെ അടുത്ത് കരുതിയിട്ടുണ്ട്. തന്നെ നോക്കാതെ ടൈം ബാൻഡ് എടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് ദക്ഷി പറഞ്ഞു. ദക്ഷ്. താൻ വിളിച്ചെങ്കിലും ദക്ഷി കേൾക്കാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൻ പോയ വഴിയെ നോക്കി നിറഞ്ഞ കണ്ണുകളെ പൊയ്യാൻ വിട്ട് ബാത്റൂമിലേക്ക് കയറി. ദക്ഷി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം തന്നെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. ദക്ഷി പോയതും ബാക്കിയുള്ള പണികൾ തീർത്ത് പാച്ചുവിനെയും കുഞ്ഞിനെയും പോയി വിളിച്ചെണീപ്പിച്ചു. കുഞ്ഞിനെ ഇന്നലെ ഉറക്കത്തിൽ ഉണർന്ന് പിന്നെ കളിച്ചിരുന്ന് പുലർച്ചെയാണ് ഉറങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നേരമായിട്ട് എണീക്കാത്തത്. ഇന്നാണ് ഏട്ടനെ കോർട്ടിൽ ഹാജരാക്കുന്നത്. പാച്ചുവിൻ്റെ കൂടെയായിരുന്നു കോർട്ടിലേക്ക് പോയത്. കേസ് വിളിച്ചതും ഏട്ടൻ തന്നെ സ്വയം കുറ്റം ഏറ്റെടുത്തതും മനോഹറിൻ്റെയും ദേവകിയുടെയും പല കള്ളിക്കളികളും പുറത്തു വന്നത് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടി. 5 വർഷമാക്കി. കൂടെ 3 ലക്ഷം രൂപ കോടതിയിൽ പിഴ ചുമത്തി. വിചാരണ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും പോലീസുകാരുടെ കൂടെ വരുന്ന ഏട്ടനെ കണ്ടതും നെഞ്ചി വീങ്ങി. വേഗത്തിൽ ഏട്ടൻ്റെ അടുത്തേക്ക് ചുവട് വെച്ചു. എന്തിനാ ഏട്ട എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്? അവർ ഈ കൈകൾ കൊണ്ട് ഇല്ലാതാക്കാനുള്ള അവസരം നീ തന്നില്ല. ഇവിടെയെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇല്ലേ പിന്നെ എന്തിനടി ഞാൻ ഇത്രയും കാലം നിന്റെയും ശാലുവിൻ്റെയും ഏട്ടനാണെന്ന് പറഞ്ഞ് ജീവിച്ചത്? എന്നാലും ചിരിയോടെ ഏട്ടൻ പറഞ്ഞത് കേട്ട് വന്ന വിതുമ്പലോട് ആ നെഞ്ചിലേക്ക് ചേർന്നു. അപ്പോഴേക്കും പാച്ചുവിൻ്റെ കയ്യിലുള്ള കുഞ്ഞൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചേർന്നു. ഏട്ടനിടയ്ക്ക് ആരുമില്ലാത്തപ്പോൾ കാണാൻ വന്നു. വീഡിയോ കോൾ വിളിക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിച്ചുമെല്ലാം അമ്പൂട്ടിന് ഏട്ടനാണ്. കുഞ്ഞൻ്റെ ഒപ്പിച്ചുള്ള അങ്കിൾ വിളി കേട്ട് ദക്ഷി തന്നെ നെറ്റിച്ചുളിച്ച് നോക്കുന്നത് കണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ പോയില്ല. കുഞ്ഞൻ സന്തോഷത്തിൽ ഏട്ടൻ്റെ മുഖത്തെല്ലാം ചുംബിക്കുന്നുണ്ട്. നിറഞ്ഞ കണ്ണോട് അതെല്ലാം ആസ്വദിച്ച് ഏട്ടനും കുഞ്ഞിനും ഉമ്മകൾ കൊണ്ട് മൂടുന്നുണ്ട്. അപ്പോഴേക്കും മെസ്സേജ് സമയമായെന്ന് പറഞ്ഞതും ഏട്ടൻ പോകുന്ന സങ്കടത്തിൽ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പോട്ടെ മോളെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും പിടിച്ചു നിൽക്കണം. ഇവനെ മറക്കരുത്. അറിയാം നിനക്കതിന് കഴിയില്ലെന്ന്. എന്നാലും എൻ്റെ മോളോട് ഏട്ടൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം പറഞ്ഞ ഏട്ടൻ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് തന്ന് നെറ്റിയിലായി ചുണ്ടുകൾ ചേർത്തതും ആ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ തൻ്റെ കവിളിലേക്കായി ഉറ്റി വീണിരുന്നു. ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാണ്. ഇതുവരെ ഒരു നിഴൽ പോലെ ഇവളുടെ പിന്നാലെ ഞാനുണ്ടായിരുന്നു. ഇനി അതിന് കഴിയില്ല. ഇവളുടെ കണ്ണിൽ കാണാം നിങ്ങൾ നൽകുന്ന അകൽച്ചയുടെ വേദന. ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് വേദന അനുഭവിച്ചതാണ്. പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും വേദനിപ്പിക്കരുത് ഇവിടെ. തൻ്റെ അടുത്ത് നിൽക്കുന്ന ദക്ഷിണ നോക്കി അതും പറഞ്ഞ് ഏട്ടൻ പോയതും കുറ്റവാളിയെ പോലെ കയ്യിൽ വിലങ്ങുമണിഞ്ഞ് പോലീസുകാരുടെ കൂടെ പോകുന്ന ഏട്ടനെ കണ്ട് നെഞ്ചു നുറുങ്ങുന്ന പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദക്ഷിണ നെഞ്ചിലേക്ക് ചാഞ്ഞതും ആ കൈകൾ തന്നെ തഴുകുന്നത് അറിഞ്ഞതും ചെറിയൊരു ആശ്വാസം. കുറച്ചു കഴിഞ്ഞ് പാച്ചുവിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഉറങ്ങുന്ന കുഞ്ഞിനെ ബെഡിലേക്ക് എടുത്ത് ഡ്രസ്സ് പോലും മാറ്റാൻ നിൽക്കാതെ ആളുടെ അടുത്ത് കയറി കിടന്നു. ഏട്ടനോർത്ത് കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഒരു ആശ്വാസത്തിന് നിന്നാണ് കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആരുടെയോ സാമീപ്യം അറിഞ്ഞാണ് മയക്കം വിട്ട് എണീറ്റത്. നോക്കുമ്പോൾ കാണുന്നത് തനിക്കരികിലായി ബെഡിലിരിക്കുന്ന ദക്ഷിണയാണ്. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ദക്ഷിണെ കണ്ടതും കുഞ്ഞിനെ മാറ്റിക്കിടത്തി മുഖമൊന്ന് അമർത്തി തുടിച്ച് അവനെ നോക്കാതെ തലയും താഴ്ത്തി ബെഡിൽ നിന്ന് എണീറ്റതും തൻ്റെ കയ്യിലായ ആ കൈകൾ മുറുകിയിരുന്നു. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പിടിച്ചു വലിച്ച് ആ മടിയിലേക്ക് ഇട്ടിരുന്നു. കാശി. ദക്ഷി പിടിച്ചതും അവൻ ഇറുകപ്പെടുന്ന ആ കഴുത്തിരക്കിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. സോറി കാശി, ഇത്രയും കാലം നീയെല്ലാം ഇന്നും മറച്ചു വെച്ച ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് ഞാൻ നിന്നോട് മിണ്ടാതെ നടന്നത്. അല്ലാതെ നീ ഇവരെ ഇല്ലാതാക്കിയത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവരർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവർക്ക് നീ കൊടുത്തത്. പേടിയായിരുന്നു നീ എല്ലാം അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്നു. പിന്നെ എൻ്റെ അപ്പയും ചേച്ചിയും ചേട്ടായി ഇല്ലാതാക്കിയവരെ ഈ കൈകൊണ്ട് നിന്നെ തീർക്കണമെന്ന് വാശിയായിരുന്നു. അപ്പം നിന്നോടെല്ലാം തുറന്നു പറഞ്ഞാൽ അവർ നിയമത്തിന് വിട്ടുതരാൻ പറഞ്ഞാലോ? അതുപോലെ എന്നെ വെറുക്കുമെന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു. അതാ നിന്നോടെല്ലാം മറച്ചു വെച്ചത്. നീ പിന്നെ ശരിക്കും നിന്റെ ആരാ? ജന്മം കൊണ്ട് ആരോ ഇല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ ഏട്ടനാണ്. ഞാൻ കുഞ്ഞായപ്പോഴാ അപ്പൊക്കെ ഏട്ടനെ കിട്ടുന്നത്. ആരാരില്ലാത്ത അനാഥച്ചക്കനെ കണ്ട് അപ്പം കൂടെ കൂട്ടി. അന്ന് മുതൽ ഞങ്ങളുടെ ഏട്ടനാണ്. അപ്പൊക്കെ ഞങ്ങൾ 3 പേരും ഒരുപോലെയായിരുന്നു. എന്നെയും ചേച്ചിയും നല്ല കാര്യമാണ്. തിരിച്ച് ഞങ്ങൾക്കും പഠിക്കാൻ മിടുക്കനായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഏട്ടൻ എയർ സ്റ്റഡീസിന് വേണ്ടി അബ്രോഡിൽ പോയതായിരുന്നു. അപ്പയുടെ മരണശേഷം ചേച്ചി ഏട്ടനും കൂടിയായിരുന്നു അപ്പയുടെ ബിസിനസ് കൊണ്ടുപോയിരുന്നത്. അപ്പയുടെ മരണശേഷം അവരുടെ നിർബന്ധം കൊണ്ടാണ് എന്നെ ഇവിടുന്ന് ദൂര സ്ഥലത്തേക്ക് MBBS സീറ്റ് റെഡിയാക്കി പഠിക്കാൻ വിട്ടത്. പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ചേച്ചിയുടെയും ചേട്ടായിയുടെയും മരണവാർത്ത അറിയുന്നത്.
ഞാൻ അറിയുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അതോടുകൂടെ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. ഇടയ്ക്ക് കോളായിട്ടും നേരിട്ടല്ല ഏട്ടൻ കാണാൻ വരും. എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഞാനും നീയുമായിട്ടുള്ള വിവാഹം നടത്തിയെന്ന് നിനക്ക് അറിയോ? അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു കുഞ്ഞൻ ആരാണെന്ന്. നീ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ കുഞ്ഞിന് ഒറ്റപ്പെടുമെന്ന് പേടികൊണ്ടാണ് അവരെന്നെ നീയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പാപ്പയുടെ ബിസിനസ് നോക്കിയിരുന്നത് ഏട്ടനായിരുന്നു. അത് ഇഷ്ടപ്പെടാതെ ആ സ്ത്രീയും ഭർത്താവും എൻ്റെ ഏട്ടനെ അവിടെ ഒരു കേസ് കൊടുക്കി. ആ ടൈമിലായിരുന്നു നമ്മുടെ വിവാഹം. കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം ഏട്ടൻ അമ്പാട്ട് വീട്ടിലേക്ക് വന്നിരുന്നു എന്നെയും കുഞ്ഞിനെയും കാണാൻ. ഭാഗ്യത്തിനന്ന് ലക്ഷ്മിയമ്മ ഹരിയച്ഛൻ്റെ കൂടെ പുറത്ത് പോയതായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടേക്കും വരും ഞങ്ങളെ കാണാൻ. അങ്ങനെയാ കുഞ്ഞിനെ ഏട്ടനോട് അടുത്തത്. ഏട്ടനിപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നത് പോലും കുഞ്ഞിനെ കാണാനും അവൻ്റെ കൊഞ്ചിയുള്ള ശബ്ദം കേൾക്കാനുമാണ്. നീയ ആ കേസ് അന്വേഷിക്കുന്നത് അറിഞ്ഞപ്പോൾ എല്ലാം നിന്നോട് തുറന്നു പറയാൻ ഏട്ടൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. നിനക്കിനോട് ദേഷ്യമുണ്ടോ? ഉണ്ടായിരുന്നു. പെട്ടെന്ന് നീയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യം തോന്നി. പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ കാരണം ആലോചിച്ചപ്പോൾ ആ ദേഷ്യമെല്ലാം തീർന്നു. ദക്ഷ് പറഞ്ഞത് കേട്ട് അവൻ ഇറക്കപ്പെടുന്നു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ പെട്ടെന്നാണ് ദക്ഷിന്റെ അലർച്ച കേട്ടത്. നെറ്റിയിൽ കൈവച്ചിരിക്കുന്ന അവനെ കണ്ട് കാര്യം അറിയാതെ നോക്കുമ്പോൾ കാണുന്നത് ബെഡിൽ അവനെ തന്നെ കൂർപ്പിച്ചിരിക്കുന്ന അമ്പൂടിനെയാണ്. ആളുടെ കയ്യിൽ ടോയ്ക്കാർ കണ്ടപ്പോൾ മനസ്സിലായി ആൾ അത് വെച്ച് ദക്ഷിണെ അടിച്ചതാണ്. ഓ ഇട കുറുമ്പ, എന്തിനെന്നെ അടിച്ചേ? നെറ്റിയൊടിഞ്ഞുകൊണ്ട് ദക്ഷി കുഞ്ഞിനോട് ചോദിച്ചു. ഇല്ലേ? ദക്ഷിണെ നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് കുഞ്ഞൻ തന്നെ മടിയിൽ കയറിയിരുന്നു. അമ്മൂട്ടൻ കുഞ്ഞു കൈകൾ കൊണ്ട് തന്റെ മുഖത്തെ കണിഞ്ഞത് തുളച്ച് തന്നതും കുഞ്ഞാപ്പിയെ ചുറ്റിപ്പിടിച്ച് വീർപ്പിച്ച് വെച്ച് ആ ഉണ്ടക്കവളിൽ അമർത്തി മുക്കി. അതിന് ഞാനിവളൊന്നും ചെയ്തിട്ടില്ല. തന്റെ മടിയിൽ നിന്ന് വലിയ ആളെ പോലെ പറയുന്ന കുഞ്ഞിനെ കണ്ട് ദക്ഷ വാ തുറന്നിരിക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിച്ചു. താൻ ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞൻ തന്നെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ഓ അപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ലേ? നിന്റെ അമ്മയെ മതിയല്ലേ? ദക്ഷി കള്ള പരിഭവം നടിച്ച് പറഞ്ഞതും കുഞ്ഞൻ ചുണ്ടുപിളത്തി തന്നെ നോക്കിയതും താനും അതുപോലെ ചുണ്ടുപിളത്തി കുഞ്ഞനെ നോക്കി. കുഞ്ഞൻ ദക്ഷിനെ നോക്കി വിളിച്ചു. എന്നോടും മിണ്ടണ്ട, ഞാൻ നീയായിട്ടുള്ള കൂട്ടുപെട്ടി. ഞാൻ ഇനി നിന്നെ വണ്ടിയിൽ കാറ്റ കൊണ്ടുപോകില്ല. ദക്ഷ അവസാനം പറഞ്ഞത് കൂടി കിടന്ന് കുഞ്ഞാപ്പി എണീറ്റ് ദക്ഷിന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി നിന്ന് അവന്റെ കവളിൽ ചുംബിച്ചു. ചല്ലേ പറയുന്നതിനൊപ്പം കുറുമ്പൻ ദക്ഷിന്റെ ഇരു കവളിലും മാറി മാറി ചുംബിക്കുന്നുണ്ട്. സോപ്പിട്ട് മയക്കാനുള്ള ശ്രമത്തിലാണ് ആള്. ഒടുക്കം കുഞ്ഞന്റെ സ്നേഹപ്രകടനത്തിൽ ദക്ഷിന്റെ പരിഭവം അലിഞ്ഞുപോയിരുന്നു. ബെഡിൽ കിടന്നുകൊണ്ട് പുഷപ്പ് എടുക്കുന്ന ഇരുവരെയും നോക്കി കാശി പുറത്തേക്ക് നടന്നു. എടുത്തി പാച്ചുവിന്റെ അലർച്ച കിടന്നും ചെയ്യുന്ന ജോലി നിർത്തി വേഗം ഹാളിലേക്ക് ഓടിയതും കാണുന്നത് തറയിൽ കമഴ്ന്ന് കിടന്ന് പിഴയുന്ന പാച്ചുവിനെയാണ്. അവന്റെ പുറത്തിരിക്കുന്ന കുഞ്ഞൻ പാച്ചുവിന്റെ മുടി പിടിച്ച് വലിക്കുന്നു. ഒപ്പം പാച്ചുവിന്റെ ചെവി വിടാതെ കടിച്ചിരിക്കുന്നത് കണ്ടതും വേഗം ഓടിപ്പോയി പാച്ചുവിന്റെ ദേഹത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്തി മാറ്റി. എന്താ അമ്പാടി ഇത്? പറഞ്ഞിട്ടില്ല ആരെയും കടിക്കരുതെന്ന്. കുഞ്ഞിനെ എടുത്ത് എളിയിൽ വെച്ച് പാച്ചുവിന്റെ ചെവിയിൽ കുഞ്ഞൻ കടിച്ച ഭാഗം മുറിഞ്ഞു കിടക്കുന്നത് കണ്ട് പതിയാ കുഞ്ഞിക്കാലിൽ നോവാത്ത വിധം അടിച്ചു. ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും കുഞ്ഞൻ വിരുമ്പിക്കറിഞ്ഞ് തന്റെ കയ്യിൽ നിന്നും കുതറി ഇറങ്ങി തറയിൽ കമഴ്ന്ന് കിടന്ന് കരയാൻ തുടങ്ങിയിരുന്നു. വേദന എടുത്തിട്ടുള്ള കരച്ചിലൊന്നുമല്ല. ആദ്യമായാണ് വെറുതെ കളിയായി ആണെങ്കിൽ പോലും താൻ കുഞ്ഞിനെ തല്ലുന്നത്. ആ സങ്കടമായിരിക്കും. കുഞ്ഞന്റെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് നോവ് തോന്നി. കുഞ്ഞാ തറയിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ നോക്കിയെങ്കിലും ആളെടുക്കാൻ സമ്മതിക്കാതെ നിലത്ത് കൈകാലിട്ട് അടിച്ച് വാശി പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങിയതും തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കുഞ്ഞന്റെ കരച്ചിൽ കണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പൂപ്പി കുഞ്ഞിന്റെ അടുത്ത് നിന്ന് കുഞ്ഞാപ്പിയെ തട്ടി വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്തിനെഴുതി അടിച്ചേ? അത് പിന്നെ പെട്ടെന്ന് നിന്റെ ചെവി മുറിഞ്ഞത് കണ്ടപ്പോൾ കുഞ്ഞിനൊന്ന് പേടിപ്പിച്ച് നിർത്താൻ. അപ്പോഴേക്കും വാക്കുകളിൽ ഇടറിയതും ബാക്കി പറയാതെ നിർത്തി. പോട്ടെഴുതി, വിഷമിക്കണ്ട, ഇവരൊന്നും ഒന്നിട്ടൊന്നും ആകില്ല. അതും പറഞ്ഞ് പാച്ചു കുഞ്ഞിന്റെ കാറിലൊന്നും കാര്യമാക്കാതെ അമ്പൂട്ടിനെയും എടുത്ത് പുറത്തേക്ക് പോയി. കൂടെ തന്നെ പൂപ്പിയും. ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെയായിരുന്നു. താൻ കാരണല്ലേ തൻ്റെ കുഞ്ഞ് കരഞ്ഞത് എന്നാലോചിക്കുമ്പോൾ സ്വയം വെറുപ്പ് തോന്നി. എന്നാലും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനും ശാസിക്കാനും അത് തിരുത്താനുള്ള അധികാരം തനിക്കില്ലേ? അവൻ തൻ്റെ കുഞ്ഞല്ലേ. മനസ്സും ബുദ്ധിയും തമ്മിൽ പിടിവലി കൂടി. പുറത്തു നിന്ന് കുഞ്ഞിന്റെ ഉറക്കെയുള്ള പൊട്ടിച്ചിരി കേട്ട് ചെയ്തിരുന്ന ജോലി നിർത്തി ഉമ്മറത്തേക്ക് നടന്നു. കുഞ്ഞൻ മുറ്റത്ത് പൂപ്പിയുമായിട്ട് ഓടി കളിക്കുകയാണ്. കരച്ചിലെല്ലാം മാറിയിട്ടുണ്ട്. പാച്ചുവരെ നോക്കി കുറച്ചു മാറി ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ട്. സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം അവൻ്റെ ഫ്രണ്ട്സാണ് വിളിക്കുന്നത്. കുഞ്ഞാ മതി ഓടിയത്, വീഴൂട്ടോ.
കുഞ്ഞന്റെ തെന്നിയും തെറിച്ചുള്ള ഓട്ടം കാണുന്നതും സ്റ്റെപ്പിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു, മാ. തൻ്റെ ശബ്ദം കേടുന്ന കുഞ്ഞൻ തന്നെയും വിളിച്ച് തനിക്കരികിലേക്ക് ഓടി വന്ന് മടിയിൽ കയറിയിരുന്ന് കൂടെ പൂപ്പിയും. അമ്മയുടെ മുത്തിന് അമ്മ നേരത്തെ അടിച്ചത് വേദനിച്ചോടാ? കളിയായി തല്ലിയെ കാലിൽ ഒടിഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിച്ചതും കുഞ്ഞാപ്പി അവൻ്റെ ഭാഷയിൽ പരിഭവം പറഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി കിടന്നു. പോട്ടെട്ടോ, അമ്മയുടെ കുഞ്ഞ് വികൃതി കാണിച്ചിട്ടല്ലേ? പറഞ്ഞിട്ടില്ലേ ആരെയും വികൃതി കാണിക്കരുതെന്ന്? അതുപോലെയൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് വേദനിക്കില്ലേ? താൻ പറഞ്ഞത് കേട്ട് കുറുമ്പൻ തൻ്റെ മൂക്കിൻ തുമ്പിലുള്ള മൂക്കുത്തിയിൽ ചുംബിച്ചുകൊണ്ട് ആ കീരിപ്പല്ലുകളായി കുഞ്ഞൻ നെഞ്ചിലേക്ക് പതുങ്ങിയിരുന്നു. പറഞ്ഞു കഴിഞ്ഞ് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇനി ഇതുപോലെ വികൃതി കാണിച്ചാൽ ഞാൻ വേറെ പാവയെ വാങ്ങും. നോ നോ ഞുമ്മ. താൻ പറഞ്ഞത് കേട്ട് അമ്പൂട്ടൻ സ്വന്തം നെഞ്ചിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതേലോ എൻ്റെ അമ്പൂട്ടൻ ഗുഡ് ബോയ് അല്ലേ? ആ കുഞ്ഞിത്താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, ബോയ്. അതെനിക്കറിയാലോ അമ്മയുടെ മുത്ത് ഗുഡ് ബോയ് ആണെന്ന്. എൻ്റെ കുഞ്ഞ് ഇനി ഇതുപോലെ വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ. എൻ്റെ മുത്താണ്. ആ ഉണ്ടക്കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞത് മാളിളകി ചിരിച്ച് തൻ്റെ മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയിരുന്നു. ആഹാ, ഉണ്ടാപ്പിയുടെ പറക്ക് ഇത്ര പെട്ടെന്ന് തീർന്നു. കോൾ അവസാനിപ്പിച്ച് തങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്ന് പാച്ചു കുഞ്ഞൻ്റെ കവളിൽ പിടിച്ച് വലിച്ച് കളിയായി പറഞ്ഞു, മാ ചു ചു. പാച്ചു ഉണ്ടാപ്പിയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ ചുണ്ട് കൂർപ്പിച്ച് തന്നെ നോക്കി പറഞ്ഞു, ഡാ പാച്ചു, എൻ്റെ കുഞ്ഞിനെ ഉണ്ടാപ്പി വിളിച്ചോ നീ? ഇനി എൻ്റെ അമ്പൂടിനെ അങ്ങനെ വിളിച്ചാ നിനക്ക് അടി കിട്ടുവേ. കുഞ്ഞൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പാച്ചുവിനെ നോക്കി കപട ദേശത്തിൽ കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞതും പാച്ചു പേടിക്കുന്ന പോലെ ആക്ഷൻ ഇട്ടതും കുഞ്ഞൻ സന്തോഷത്തോടെ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ചു നേരം ഇരുന്നതും ദക്ഷിൻ്റെ വണ്ടി ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടതും കുഞ്ഞൻ അച്ഛാന്ന് വിളിച്ച് തൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു. രാത്രി ബെഡ് കുറിഞ്ഞ് വിരിക്കുകയാണ് കാശി. തറയിൽ 2 പില്ലോ ഒട്ടിക്ക് വെച്ചതിന് മുകളിലായി ഒരു പില്ലോയും കൂടി പിടിച്ച് കുഞ്ഞിനിരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞാ, ഇനി നീ എവിടേക്കാണ് നിന്റെ ടോയ്സ് കൊണ്ടിട്ടിരിക്കുന്നത്? അതും പറഞ്ഞ് ബെഡിൻ്റെ സൈഡിൽ നിന്നും ഒരു കുഞ്ഞിക്കാറെടുത്ത് ടേബിളിൽ വെച്ച് കുഞ്ഞിനെ പൊക്കിയത്ത് ബെഡിലിരുത്തി. പില്ലോ എല്ലാം ബെഡിൽ അടുക്കി വെച്ച് കുഞ്ഞിനെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നതും ആള് ബെഡിൽ കാറോടിച്ച് കളിക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞാ മതി, വന്ന് ചാച്ചു ഇറങ്ങി. നോ നോ മച്ചിയ. കാശി പറഞ്ഞത് കേട്ട് കുഞ്ഞൻ വേണ്ടെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കോളാം, ആദ്യം നീ ഉറങ്ങ്. കാശി അതും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് കിടത്തിയതും ആള് വേഗം എഴുന്നേറ്റിരുന്നതും ഉറക്കം വരുമ്പോൾ ഉറങ്ങട്ടെ എന്ന് കരുതി കാശി പിന്നെ ഒന്നും പറയാതെ ഫോൺ നോക്കി കിടന്നു. കുറച്ചു കഴിഞ്ഞ് ദക്ഷി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ബെഡിൽ ഫോൺ നോക്കി കിടക്കുന്ന കാശിയെയും അരികിൽ കളിയിൽ മുഴുകിയിരിക്കുന്ന കുഞ്ഞാപ്പിയാണ്. ഉറങ്ങാനൊന്നും പറഞ്ഞ് വന്നിട്ട് ഇനി ഉറങ്ങിയില്ല നിങ്ങൾ? ദക്ഷി ബെഡിൽ കിടന്നുകൊണ്ട് കാശിയെ ചുറ്റിപ്പിടിച്ച് അവളുടെ ആദരങ്ങളിൽ ചുംബിച്ച് വിട്ടുകൊണ്ട് ദക്ഷി ചോദിച്ചു. അതിന് ഇവനൊന്നും ഉറങ്ങേണ്ടേ? ദക്ഷിന്റെ ചോദ്യം കിടന്നും കയ്യിലുള്ള ഫോൺ മാറ്റി വെച്ച് അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, നാളെ സൺഡേ അല്ലേ, നാളെ ഈവനിങ് നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അത് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു. പാച്ചി ഇന്ന് നിന്നോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ദക്ഷി പറഞ്ഞത് കേട്ട് അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു, ചോ. അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് കുഞ്ഞിന് ബെഡിലൂടെ മുട്ടിലിഴഞ്ഞു വന്ന് ദക്ഷിന്റെ നെഞ്ചിൽ കയറി കിടന്നു. എന്തട കണ്ണ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ദക്ഷ ഉണ്ടക്കവളിൽ പതിയെ കടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചതും കുഞ്ഞാപ്പി ഇളകി ചിരിച്ച് അവൻ്റെ നെഞ്ചിലൂടെ കൈയുള്ള കുഞ്ഞിക്കാർ ഓട്ടാൻ തുടങ്ങിയിരുന്നു. അമ്പൂട്ടാ. തൻ്റെ വിളി കേട്ടതും കുഞ്ഞിന് മുഖം വീഴ്ത്തി തന്നെ നോക്കി. അമ്പൂട്ടിന് അമ്മ കുഞ്ഞാണോ അച്ഛൻ കുഞ്ഞാണോ? ദക്ഷിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന കുഞ്ഞാപ്പിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചച്ച. താൻ ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ആളുടെ ഉത്തരവും വന്നിരുന്നു. കുഞ്ഞിന്റെ ഉത്തരം കേട്ട് ദക്ഷിന്റെ മുഖം പുടർന്നിട്ടുണ്ട്. കുഞ്ഞിൽ നിന്നും ഈ ഉത്തരമാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതും പറഞ്ഞ് ദക്ഷിന്റെ മുഖം മുഴുവൻ ഉമ്മവെക്കുന്ന കുഞ്ഞിനെ കണ്ട് ഉള്ളിൽ ചെറുതായി കുശുമ്പു തോന്നി. ആൾക്ക് എപ്പോഴും എന്തിനും താൻ തന്നെ വേണമെങ്കിലും കുഞ്ഞിന്റെ കുഞ്ഞു കുറുമ്പുകൾക്ക് ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതും സാധിച്ചു കൊടുക്കുന്നതും ദക്ഷായതുകൊണ്ട് ആൾക്ക് തന്നേക്കാൾ ഒരു പിടി പ്രിയം കൂടുതൽ ദക്ഷിനോടാണ്. ഒരു രാത്രിയിൽ കൂടുതൽ ദക്ഷിനെ പിരിഞ്ഞിരിക്കാൻ ആൾക്ക് പറ്റില്ല. പാല് കുടിച്ചു കഴിഞ്ഞാൽ ദക്ഷി വരുന്നത് വരെ ഉറങ്ങാതെ കിടക്കും. ആ നെഞ്ചിൻ ചൂടിൽ കിടന്നാണ് ഇപ്പോൾ ഉറക്കുന്നത്. ഓഹോ, അപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ലേ? ഇനി നീ പാപ്പം ചോദിച്ചു വാ, തരില്ല ഞാൻ. കള്ളപ്പരിഭവം നടിച്ച് കുഞ്ഞിനോട് പറഞ്ഞതും കുഞ്ഞാപ്പി ദക്ഷിന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി തന്നെ നോക്കിയതും കുഞ്ഞിനെ നോക്കി ചുണ്ട് ചുളുക്കി കാണിച്ച് തിരിഞ്ഞു കിടന്നതും കുഞ്ഞൻ ചുണ്ടുപുളത്തി ദക്ഷിണെ നോക്കിയതും ദക്ഷിണും അതുപോലെ ചുണ്ടുപുളത്തി കുഞ്ഞിനെ നോക്കിയതും കുഞ്ഞൻ ദക്ഷിണ നെഞ്ചിൽ നിന്നിറങ്ങി കാശിയുടെ മേലേക്ക് കയറി കിടന്നു. മാ. കുഞ്ഞൻ കൊഞ്ചി വിളിക്കുന്നത് കേട്ട് ചിരി വന്നെങ്കിലും പിണക്കം നടിച്ച് കണ്ണുകൾ അടിച്ച് കിടന്നു.
തൻ്റെ കവളിൽ മാറി മാറി ചുംബിച്ച് സോപ്പിട്ട് മയക്കാൻ നോക്കിക്കൊണ്ട് കുഞ്ഞാപ്പി പറഞ്ഞതും പതിയെ തലതിരിച്ച് ദക്ഷിണ നോക്കി. കുഞ്ഞിന്റെ പെട്ടെന്നുള്ള മാറ്റിപ്പറയിൽ അന്തപ്പെട്ട് കുഞ്ഞിനെ തന്നെ നോക്കി കിടക്കുന്ന ദക്ഷിണെ കൂടെ കണ്ടതും അറിയാതെ ചിരിച്ചു പോയതും തൻ്റെ ചിരി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞൻ പാൽപ്പല്ല് കാണിച്ച് ചിരിക്കാൻ തുടങ്ങി. എട കള്ള, നീ ഇയാൾ കൊള്ളാലോ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അവിടേക്ക് സകലടവും നിന്റെ കയ്യിലുണ്ടല്ലേ. ദക്ഷി കുഞ്ഞനെ മുറുകെ പിടിച്ച് ആ ഉണ്ടക്കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു. ആ ഉണ്ടി വരൽ ഇക്കിളിയിട്ട് കൊണ്ട് പറഞ്ഞതും കുഞ്ഞിന്റെ ഉറക്കിയുള്ള പൊട്ടിച്ചിരി അവിടെയെല്ലാം മുഴങ്ങി.